നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാധാരണ ഒരു പെണ്ണിനെ പോലെ ഭർത്താവിനെ കാണാത്ത വിഷമത്തിൽ കരഞ്ഞു തളർന്നിരിക്കേണ്ട താൻ ധൈര്യം മുറുകെ പിടിച്ച് താൻ നടത്തിയ പോരാട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാനും സാധാരണ പെൺകുട്ടി തന്നെ സച്ചേട്ട. അതാ ഇതെല്ലാം എന്നെ കൊണ്ട് സാധിച്ചത്. ഏതൊരു സാധാരണ പെണ്ണിനും അവളുടെ താലി നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ ഉണ്ടാവുമ്പോൾ അവൾ എന്തും ചെയ്യാൻ തയ്യാറായെന്ന് വരും. നെറ്റിയിലെ സിന്ദൂരം മായാതെ നോക്കാൻ അവൾ ഏതറ്റം വരെയും പോയെന്ന് വരും. അതേ ഞാനും ചെയ്തുള്ളൂ. ഏതൊരു കാര്യവും ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ടിറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഈശ്വരൻ വന്ന് എന്നെ കരക്കി കയറ്റാറുണ്ട്. ഇപ്പം നടന്ന കാര്യത്തിൽ ഒരാൾ മാത്രമായിരുന്നില്ല, അതേ ഉള്ളൂ വ്യത്യാസം. അപൂർവങ്ങളിൽ അപൂർവമായ ചിലര്. പഴയൊരു പരിചയത്തിൽ എന്നെ സഹായിക്കാൻ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ച ഗംഗ. ഈശ്വര കടാക്ഷം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന പാർവതി. ആണുങ്ങൾക്ക് തുല്യമായ പെൺകരുത്തോടെ സുഭദ്ര. മരണത്തിലേക്ക് പോയ സമയത്ത് രക്ഷകയായി എത്തിയ വന്ദന. ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിനൊടുവിൽ നമ്മളെ രക്ഷിച്ച മൈക്കിൾ, CI, ACP, ശാലിനി. അങ്ങനെ എത്ര പേരോട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മുന്നിട്ടിറങ്ങിയെന്നേ ഉള്ളൂ സച്ചേട്ടാ. ഈ പറഞ്ഞവരൊക്കെ ഇല്ലെങ്കിൽ ഞാൻ സച്ചേട്ടനൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യം പോലും സംശയം. ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെയുള്ള എന്റെ അനുഭവങ്ങൾ ലോകത്ത് മറ്റൊരു സ്ത്രീയും അനുഭവിച്ചു കാണില്ല. മറ്റാർക്കും അത് പറഞ്ഞ് മനസ്സിലാവുകയില്ല. എനിക്കറിയാം താൻ കുറെ കഷ്ടപ്പെട്ടുവെന്ന്. പണവും ബലവും ഒന്നും ജീവിതത്തിൽ അർത്ഥമല്ലാതായ സ്ഥാനത്ത് താനെ മുന്നിൽ നിന്ന് രക്ഷിച്ചത്. താൻ നേരത്തെ പറഞ്ഞവരെല്ലാം ഓരോ സമയത്തും രക്ഷകരായി വന്നത് തന്റെ തീരുമാനം അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട്. ഇനി ഞാൻ ഏത് അപകടത്തിൽ പോയി പെട്ടുകഴിഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ട് താൻ എന്നെ വന്ന് രക്ഷിക്കുമെന്ന്. ഒരു ഭാര്യയെ ഇതിനപ്പുറം ഒരു ഭർത്താവ് എങ്ങനെ അംഗീകരിക്കാമെന്ന് എനിക്കറിയില്ല. ഇതെന്റെ മനസ്സ് നിറഞ്ഞു ഞാൻ പറയുന്നത്. ജീവിതത്തിലെ ബാക്കി പ്രശ്നങ്ങളെല്ലാം മറന്ന് എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും താൻ തന്നെ ഒഴിവാക്കി എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയതിനുപരി എന്റെ അനിയത്തിയുടെ ജീവിതം കൂടി രക്ഷപ്പെടുത്തി. അതിന് ഞാൻ മാത്രമല്ല, എന്റെ ഈ കുടുംബം മുഴുവൻ തന്നോട് കടപ്പെട്ടിരിക്കുന്നു. ധനുഷിന്റെ കയ്യിൽ നിന്നും ഈ കുടുംബത്തെയും സ്നേഹയും മുഴുവനായി രക്ഷപ്പെടുത്തിയെന്ന് പറയാനാവില്ല സച്ചേട്ട. ഇന്ന് കുറ്റപ്പെടുത്തിയതും തെളിയിച്ചതും അറസ്റ്റ് ചെയ്തതും എല്ലാം ധനുഷിനെയാണെങ്കിലും ധനുഷിന്റെ കൂടെ തന്നെ അതേ തെറ്റുകൾ ചെയ്ത, അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന മറ്റൊരാൾ ഉറങ്ങുന്ന അതേ വീട്ടിൽ തന്നെയാ നമ്മളും അന്തി ഉറങ്ങാൻ പോകുന്നത്. ധനുഷിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേര് തന്നെയാണ് അവന്തികയുടേതും. ധനുഷിന്റെ കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ടും അവന്തിക എന്ന പേര് അതിനിടയിലേക്ക് വരാതെ ഞാൻ നോക്കിയത് ഈ കുടുംബത്തെ ഓർത്ത് തന്നെയാ. ഈ കുടുംബം തല്ലി പിരിയുന്നത് കാണാൻ വയ്യഞ്ഞിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.